ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഊർജിത ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അറ്റോർണി ജനറൽ വിവരങ്ങൾ തേടി നയതന്ത്ര ചർച്ചകൾ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ പ്രതികരണം. നിമിഷപ്രിയ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ ഓഫീസ് തേടിയത്. കേസിന്റെ അടിയന്തര പ്രാധാന്യം മുൻനിർത്തി സ്ഥിതിവിവര റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നയതന്ത്ര ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഇന്ന് വെള്ളിയാഴ്ചയും ശനിയും ഞായറും ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉള്ളത്. യമനിൽ വ്യവസായമുള്ള മലയാളി വിഷയത്തിൽ ഇടപെടാൻ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭർത്താവ് ടോമി തോമസ്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഇപ്പം ഇന്നലെ ഞാൻ വന്ന് ഗവർണർ സാറിനെ കണ്ടായിരുന്നു, ചാണ്ടിയമ്മ സാറും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട്. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാദനം സംബന്ധിച്ച ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. 24 ഡൽഹി.